ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ വീഡിയോയിലും രേണുസുധിയുടെ എല്ലാ വീഡിയോയിലും നമ്മൾ തുടക്കം പറയുന്നൊരു കാര്യമുണ്ട്. താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. രേണുസുധിയെ എടുത്ത് വെച്ച് അലക്കുന്ന വീഡിയോ ആണ്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇത് കുറേ ആൾക്കാരെ നാണമില്ലാതെ വന്നിരുന്ന് കാണുകയും ചെയ്യും, എന്നിട്ട് രേണുസുധിയെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റും ഇടും. അങ്ങനെയുള്ളവരോടാണ് ഞാനിത് പറഞ്ഞത്. കുറേയധികം ആൾക്കാർ രേണുസുധിയെ വിമർശിക്കുന്ന കാണാനും അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാണാനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും രേണുസുധി വീണ്ടും ഓരോരോ കുൽസിത വീഡിയോ ആയിട്ട് തിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമേ ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും രേണുസുധി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു മാനേജർ എന്ന് പറയുന്ന ഒരു താരം ഉണ്ടല്ലോ, കരീഷ്മ എന്നോ മറ്റാണ് അവരുടെ പേര്. അതായത് രേണുസുധിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മാനേജറായിട്ടുള്ള കരീഷ്മയാണ്. അതായത് രേണുസുധി ദുബായിൽ പോകുന്നതും ബാർ ഡാൻസ് കളിക്കുന്നതും എന്തൊക്കെ പരിപാടികളുണ്ടോ അതെല്ലാം തീരുമാനിക്കുന്നത് രേണുസുധിയുടെ എല്ലാമായ മാനേജറാണ്. അപ്പോൾ ഈ മാനേജറെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ആളത്ര നല്ല കക്ഷിയൊന്നും അല്ല, നല്ല അഭിപ്രായം അല്ല അവരെക്കുറിച്ച് കേൾക്കുന്നത്. രേണുസുധി റിലേറ്റഡ് ആയിട്ട് എല്ലാ ആൾക്കാരും അവളെപ്പോലെ തന്നെയാണ്. എല്ലാം ഒരുമാതിരി പോക്ക് കേസുകളാന്ന് തന്നെ പറയേണ്ടി വരും. രേണുസുധിക്കെതിരായിട്ട് ഒരു വീട്ടമ്മ രേണുസുധിയുടെ മാനേജറെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുള്ളൂ. നമ്മൾ ഷെഫീനത്തെയാണ് ഈ ഒരു വോയിസ് പുറത്തു വിട്ടത്. നിങ്ങളല്ലേ ഈ പറഞ്ഞ രേണുവിന്റെ മാനേജർ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിന്റെ ബേസിലാണ് ഇവളുടെ മാനേജർ ആയിരിക്കാൻ, എന്ത് ജോലിയിലാണ് ഇവൾ, എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവൾക്ക് മാനേജറായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബാറിൽ ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനല്ല, അവൾക്ക് പിന്നെ ദുബായിലോ അവിടെ എവിടെയൊക്കെ ഉള്ള ഒരു വർക്കുകൾ പിടിച്ചു കൊടുക്കുന്നത്. അവൾക്ക് ഒരു വിധവയുണ്ട്, ആണ് 2 പിള്ളേരെ വളർത്തണ്ടേ. ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും വിധവകളുണ്ട്, ഞാനൊരു വിധവയാണ്. ഞങ്ങളാരും ഇതുപോലെ ബുക്കളും കാണിച്ചു, വയറും കാണിച്ചു, ബാറിൽ പോയി ഡാൻസും ചെയ്തു ഒന്നുമല്ല. ഞങ്ങളാരും മക്കളെ വളർത്തി, അതിൽ അന്തസ്സായിട്ട് ജോലി ചെയ്താണ് മക്കളെ വളർത്തി. എനിക്കൊരു മോനുണ്ട്, മോനെ വളർത്തി പഠിപ്പിച്ചു നല്ല നിലയിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഒന്നേ പറയാ അയ്യോ അവൾക്ക് അതിനുള്ള ഹെൽത്ത് ഭയങ്കര വീക്കാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ഹെൽത്ത് ഇഷ്യൂ? ഇവൾക്ക് 3-4 ആണുങ്ങൾ ഇവളെ വട്ടമെടുത്തിട്ട് അങ്ങോട്ടെറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു. ഈ ആണുങ്ങളുടെ ചുമലെ ചാരി നടക്കുന്നതിന്, ഈ ആണുങ്ങളുടെ കൂടെ പോയി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നതിനൊന്നും ഇവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. ജോലി എടുത്ത് ജീവിക്കാൻ എന്താ ഈ ഇത്ര ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചു. അത് ആകെ ഒരു ചെറിയ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെണ്ണിന്റെ അത്ര അതിന് ശരീരവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു അങ്ങനെയൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ശരീരമില്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചു. അത് 2 കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ ചോദിച്ചു ഇവൾക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. ഇവൾ എന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്നത്, അവരിങ്ങനെ ചുമ്മാ ഓഫർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ ഓഫർ ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ അവര് ജോലിയൊന്നും കൊടുക്കത്തില്ല, അവർ കൊടുക്കത്തുമില്ല, അവരിങ്ങനെ ചുമ്മാ പറഞ്ഞു പറ്റിക്കലേ ഉള്ളത്. ഇങ്ങനെയാണ് പറയുന്നത്. കിച്ചുവിനെ പഠിപ്പിക്കുന്ന കാര്യം അതൊക്കെ വെറുതെ അവർ പറയുന്നതാണെന്നാ പറയുന്നത് ഈ കരിഷ്മ പറയുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവളെ കൊണ്ട് നടക്കുന്നു നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ക്ലീവേജ് കാണിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വയറ് കാണിക്കുമോ, നിങ്ങളുടെ പൊക്കിള് കാണിക്കുമോ, ഇല്ല നിങ്ങൾക്ക് ഒരു മകളുണ്ട്, നിങ്ങളുടെ മകളെ നിങ്ങൾ സമ്മതിക്കുമോ, ഇതുപോലെ പണി ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അത് എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ രേണു എന്ന് പറഞ്ഞവൾക്ക് എന്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവൾ എന്തും കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ആ കോൺഫിഡൻസിനെ ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുമല്ലേ, അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു ഈ പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണ് സർവനാശത്തിലേക്കായി നിൽക്കും. ഇതിന് ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ ഇനിയാണെങ്കിൽ അതിന് കരകയറാൻ സമയമുണ്ട്. അവൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നുണ്ട്. അവള് വിചരിക്കുവോ, ഇനി ബാറിൽ പോയി ഡാൻസ് ചെയ്യുവോ, വെള്ളമടിക്കുവോ, എന്ത് വേണം, ഇതൊക്കെ അവൾക്കുടെ സ്വകാര്യമായ കാര്യമാണ്. ഇന്ത്യയിൽ ഇപ്പൊ വ്യഭിചാരം ഒരു നിയമവിധേയമായ കാര്യമാണ് എന്ന് ചൈൽഡ് ലൈനിലെ ആൾക്കാർ എന്നോട് പറഞ്ഞതാണ് കേട്ടോ. ചൈൽഡ് ലൈനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്പർ സഹിതം ഞാൻ തരാം. ഒരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞതാണ് ഇന്ത്യയിൽ വ്യഭിചാരം നിയമവിധേയമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ആർക്ക് വേണേലും വ്യഭിചാരം ചെയ്യാമെന്നാണ് ചൈൽഡ് ലൈനിലുള്ളവർ പറഞ്ഞത്. കാരണം ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി ഇവൾക്കെതിരെ കൊടുത്തിരുന്നു. ഇവൾക്കെതിരെ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓറൽ കംപ്ലൈന്റ് തൃക്കോടിത്താനം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, കോട്ടയം സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ എല്ലാം അന്വേഷിച്ചോണ്ടിരിക്കുക, ഇവളുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം നോക്കി അന്വേഷിച്ചോണ്ടിരിക്കുക എന്ന് പറയുന്നത്. ചൈൽഡ് ലൈൻകാർ വന്നിരിക്കുന്നത് എന്തായാലും ഈ കാര്യം അന്വേഷിച്ച് ഇവൾക്ക് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കുട്ടിയെ നോക്കുന്നില്ല, 24 മണിക്കൂർ കുട്ടി മൊബൈൽ അഡിക്റ്റ് ആണ്. പിന്നെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാണ് ഇവള് നാട് നീളെ കൊച്ചിനെ നോക്കാതെ നാട് നീളെ നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായ സ്ത്രീ പറയാമോ വ്യഭിചാരം ഇന്ത്യയിൽ നിയമവിധേയമാണെന്ന്? ഇതൊക്കെയാണോ ഇവരെന്താ ഇതൊക്കെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ വ്യഭിചാരത്തിന് എന്തിനു പോലീസുകാർ കേസ് എടുക്കുന്നു? ഓരോരുത്തരും എവിടെയെങ്കിലും ഒക്കെ ഇട്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ വ്യഭിചാരത്തിന് കേസ് എടുക്കുന്നതിനാ? എങ്കിൽ ഇവൾക്ക് ഒരു ലൈംഗിക തൊഴിലാളി എന്നുള്ള കാർഡ് കൊടുക്കട്ടെ, ഈ രേണുവിന് കാർഡ് കൊടുക്കട്ടെ, എന്നിട്ട് ഇവൾ എന്ത് വേണമെങ്കിലും അർമാദിക്കട്ടെ. ഇവളെന്തിനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ മാതിരി കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്ന എന്ത് കാര്യത്തിനാണ്? അവൾക്ക് അവിടെ സ്വകാര്യതയുണ്ട്. ഈ സോഷ്യൽ മീഡിയ 8-10 ചാനലുകാരുണ്ട്. അതിലൊരു ചാനലുകാരിൽ ഒരുത്തീനെ ഞാൻ വിളിച്ചിട്ട് അവളോട് ഞാൻ ചോദിച്ചു, നിനക്കൊന്നും ഒരു പണിയില്ലെന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾക്ക് റീച്ചല്ലേ വേണ്ടത്? അവൾ പറഞ്ഞു അതെ. അപ്പോൾ ഇത് രേണുസുധിയുടെ മാനേജറായിട്ടുള്ള കരീഷ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഒരു വീട്ടമ്മ സംസാരിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആ ഒരു വീട്ടമ്മ പറഞ്ഞത്. അതായത് ഈ ഒരു ലോകത്ത് ഈ പറയുന്ന രേണുസുധി മാത്രമല്ല വിധവയായിട്ട് ജീവിക്കുന്നത്, ഒരുപാട് സ്ത്രീകൾ അതേ രീതിയിൽ ജീവിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്. അപ്പോൾ രേണുസുധിയുടെ മാനേജർ പറഞ്ഞ ന്യായീകരണങ്ങളാണ്, രേണുസുധിക്ക് ഒരു ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ല, അവൾക്കാണെങ്കിൽ ശരീരം പോലും ഇല്ല, പിന്നെ വിധവയല്ലേ, കുട്ടികളെ നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അവൾക്ക് എന്ത് വയ്യായികയുള്ളത്? അവൾക്ക് മാജിക് മൊമെൻ്റ് അടിക്കാനും മറ്റേതടിക്കാനും സിഗരറ്റ് വലിക്കാനും ഒക്കെ നല്ല ഉത്സാഹമാണ്. അവൾക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ജോലി ചെയ്യുന്ന കാര്യം വരുമ്പോൾ അവിടെ ആരോഗ്യത്തിന് പ്രശ്നം, അവളുടെ നടുവിന് പ്രശ്നം. എന്താ ഇതിനൊക്കെ നമ്മൾ പറയണ്ടേ? ഇവൾ തന്നെയാണ് വന്നിട്ട് ഇവൾ മാജിക് മൊമെൻ്റ് കഴിക്കുന്ന കാര്യവും അതുപോലെ ഇവൾ ഒടുക്കത്തെ സിഗരറ്റ് വലിയാണെന്നുള്ളത് പല ആൾക്കാരും, ഇവളുടെ ഈ കഴിഞ്ഞിട്ട് ഒരു ആൽബം ഷൂട്ടിന് പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാലോ, അതിലെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇവൾ നന്നായിട്ട് സിഗരറ്റ് വലിക്കുമെന്ന്. അതുപോലെ തന്നെ ഇവൾ ദുബായിൽ പോയപ്പോഴും അവിടുത്തെ ബാർ പ്രൊമോഷനോ എന്തിനോ വേണ്ടി പോയപ്പോഴും അവിടെ ഇവൾ നല്ല വലിയായിരുന്നു എന്ന് പറയുന്നു. ഹെൽത്തിന് പ്രശ്നമുള്ള ഒരാളാണോ ഇമാതിരി അഴിഞ്ഞാടി നടക്കണേ? അതും ഒരു സ്ത്രീ കുടിച്ചും വലിച്ചുമൊക്കെ അങ്ങോട്ട് അർമാദിച്ച് ജീവിക്കുക, ഒരു വിധവ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തിയാണ്. അതിലൊക്കെ ഉപരി സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചും പണം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ ആൾക്കാർ പ്രതികരിക്കും. അതിന് ഈ പറയുന്ന മാനേജറുടെ ന്യായീകരണങ്ങളാണ്, അവൾ ഭർത്താവില്ലാത്തൊരു സ്ത്രീയല്ല, അവളുടെ കുട്ടികളെ നോക്കണ്ടേന്ന്. കുട്ടികളെ നോക്കാനാണെന്നുണ്ടെങ്കിൽ എത്ര നല്ല രീതിയിൽ, ഇപ്പം അഭിനയം തന്നെ ആയിക്കോട്ടെ, അവൾക്ക് നല്ല രീതിയിൽ അഭിനയിച്ചാലും കുട്ടികളെ നോക്കാമല്ലോ. പക്ഷെ അവൾ അതാണോ ചെയ്യുന്നത്? ബാറിൽ പോവുക, അഴിഞ്ഞാടുക, എന്തൊക്കെ വൃത്തികേടുകളാണ് ഇവൾ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സ്ത്രീകൾ പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇവൾ ഇമാതിരി അഴിഞ്ഞാട്ടമൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. ഫേസ്ബുക്ക് വേണ്ട ഇനി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. എന്താ ആരെങ്കിലും ദേഷ്യത്തോടുകൂടി ചെയ്താന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, വളരെ തീർച്ചയായിട്ടും. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ആരെ സംശയമില്ല.